ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. ഇനി അഗെയിൻ ഇത് CBSE പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. റൈറ്റ്, ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ലെൻസ് ഫോർമുലയൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓർമ്മ ഉണ്ടോ നമ്മുടെ ലെൻസ് ഫോർമുല എന്താണെന്നൊക്കെ? ഏതാണ്ട് നമ്മുടെ മിറർ ഫോർമുല തന്നെ, പ്ലസ് അവിടെ 1/v + 1/uന് പകരം ആ പ്ലസ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ എന്ത് എഴുതണം? മൈനസ് ഇടണം എന്നുള്ളൂ. റൈറ്റ്, അത്രേ ഉള്ളൂ ഇക്വേഷൻ. റൈറ്റ്, 1/v - 1/u വിൽ ബി ഈക്വൽ ടു 1/f. ഇതാണ് ലെൻസ് ഇക്വേഷനായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അത് ശരിക്കും ഇവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ബേസിസ് എന്താണ്? അതൊക്കെ വന്നത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്നുള്ള ഡെറിവേഷനിലാണ്. ഇത് പക്ക ഡെറിവേഷൻ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടല്ലോ. റൈറ്റ്, അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ കഴിവുമായിരിക്കും. പക്ഷെ അത് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടല്ലോ. അപ്പോൾ ലെൻസ് എന്താണെന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. 2 സ്ഫെറിക്കൽ സർഫസസുകൾ കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വസ്തുവാണ് ലെൻസ് അല്ലേ. അപ്പോൾ ആ ലെൻസിൽ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ കാണും ഇല്ലേ? ആ മെറ്റീരിയലിൻ്റെ സ്വന്തം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പിന്നെ പുറത്തുള്ള അല്ലേ, ആ ഈ പുറത്തുള്ള സാധാരണഗതിയിൽ എയർ ആയിരിക്കും. അതിന് പകരം വേറെ മീഡിയം വെക്കാം. ലെൻസിനെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കി കൂടെ, അപ്പോൾ ലെൻസിന് ചുറ്റിരിക്കുന്ന മീഡിയം മാറിയില്ലേ, അപ്പോൾ ആ ചുറ്റുമുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സും മാറും കേട്ടോ. അതിൻ്റെ സ്വഭാവമൊക്കെ നമ്മൾ പിന്നെ പഠിപ്പിക്കും. അതായത് ഇവ ഏതെങ്കിലും മീഡിയത്തിൽ വയ്ക്കുമ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദ ക്യാരക്ടർ ഓഫ് ദ ലെൻസ് ചേഞ്ചസ്. ഇതൊക്കെ നമ്മൾ ഇതിന് ശേഷം പഠിക്കും, എന്നാലും ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 സ്ഫെറിക്കൽ സർഫസസ് കൂടി ഉണ്ടാക്കിയ ലെൻസ് ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ലെൻസ് എടുക്കുകയെന്ന് വെച്ചു. തിൻ ലെൻസ് എടുക്കണില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സൈസുള്ള ലെൻസാണെന്ന് വിചാരിക്കും കേട്ടല്ലോ. അപ്പോൾ ഈ ലെൻസ് 2 സ്ഫെറിക്കൽ സർഫസസുകൾ കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേഡിയസ് ഓഫ് കർവച്ചറുകൾ ഉണ്ടാവും അല്ലേ. ഒരു സ്ഫെറിക്കൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോട്ടായിട്ട് വരയ്ക്കണമെന്ന് മനസ്സിലാവണമെന്ന് വിചാരിക്കണം. ഇതൊരു സർക്കിളും ഒരു സ്ഫിയറും, ഇത് 2 സ്ഫിയറും. എൻ്റെ ഓരോ കഷ്ണങ്ങൾ അതിൽ നിന്ന് പറിച്ചെടുത്ത് അതിനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അത് മാനുഫാക്ചർഡ് ആണല്ലേ. സോ ഇറ്റ് യു ആർ മാനുഫാക്ചറിങ് ആറ്റ് ആസ് ഇറ്റ് ഇസ് റൈറ്റ്. പക്ഷേ അതിന് ഇമാജിൻ ചെയ്യുക ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് 2 സ്ഫെറിക്കൽ സർഫസസ്. അപ്പോൾ 2 സ്ഫെറിക്കൽ സർഫസസുകൾ ഉണ്ടാകുമ്പോൾ 2 സെൻറ്ററുകൾ ഉണ്ടാവണം. 2 വട്ടങ്ങളല്ലേ ഉണ്ടാവണം, അപ്പോൾ 2 സെൻറ്ററുകൾ ഉണ്ടാവണം അല്ലേ. അപ്പം 2 മീഡിയം ഇരിക്കുമ്പോൾ പുറത്തുള്ള സാധാരണഗതിയിൽ നമ്മൾ ഒരേ മീഡിയത്തിലല്ലേ, ഇപ്പോൾ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒരേ മീഡിയം ആയിരിക്കും അല്ലേ. സോ സപ്പോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം NM എന്ന് എഴുതാം, ഇപ്പുറത്തുള്ളത് NM. സപ്പോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസസ് NL കേട്ടല്ലോ. ഇതിൻ്റെ ഇടയിലാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഈ വട്ടത്തിൻ്റെ പാരാമീറ്റേഴ്സ് അല്ല നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഈ വട്ടത്തിൻ്റെ പാരാമീറ്റേഴ്സും ആലോചിച്ച് വെക്കണം. അപ്പോൾ ഞാൻ സപ്പോസ് R1 R2 ഞാൻ പടം വരയ്ക്കുമ്പോൾ അതിൽ ഈ സർക്കിളാണ് ഫസ്റ്റ് എന്ന് പറയും. അപ്പം ഇനി ഞാൻ R1 R2 ആണ് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഈ സർഫസാണ് ഫസ്റ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് R1 എന്നാവും. അപ്പോൾ അടുത്ത സർഫസ് R2 എന്നാക്കണം. പ്രശ്നം എന്താ പറയുന്നത്? അപ്പോൾ കുറച്ചും കൂടി ഇത്തിരി വൃത്തിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ വേറെ യെല്ലോ കളറിൽ വരയ്ക്കാൻ പോവാണ്. രണ്ടാമത്തേന് ഒരു വട്ടം ഒന്ന് വരച്ച് നോക്കട്ടെ. അതിനൊന്ന് വട്ടം വരച്ചു. ഇപ്പോൾ ഞാൻ വരാൻ പോണ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ വന്ന് വീഴാൻ പോണത് ഇവിടെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ഏത് സർക്കിളിൻ്റെ പാർട്ടാണെന്ന് നോക്കി, ആ യെല്ലോ സർക്കിളിൻ്റെ പാർട്ടാണ് അല്ലേ. അപ്പോൾ അതാണ് ഫസ്റ്റ്. ഇത് ഫസ്റ്റ്. നെക്സ്റ്റ് ഒബ്വിയസ്ലി അത് പാർട്ട് വിൽ ബി ദ സെക്കൻഡ് സർഫസ്. അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവച്ചറിനെ ഞാൻ R1 എന്ന് വിളിക്കണം. റൈറ്റ്, ദാറ്റ് ഇസ് ദിസ് റേഡിയസ്. മാർക്ക് ചെയ്ത് മെഷർമെൻറ്റ് അല്ല കേട്ടോ, ഞാൻ വെറുതെ പേരിടണമുള്ള മെഷർമെൻറ്റ് പിന്നെ പറഞ്ഞുതരാം. R1 എന്നും രണ്ടാമത്തെ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവച്ചർ എന്താവും? R2 എന്ന് പറയണം കേട്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് R1 എന്ന് പറഞ്ഞത്, ഇതിനെ R2 എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ആരോ ഇട്ടില്ലേ R1 മനസ്സിലാക്കട്ടാ. റൈറ്റ്, R1 R2 ഡയറക്ഷൻ മാത്രം കാണിക്കുന്നില്ല കേട്ടോ. റൈറ്റ്, ബിക്കോസ് ദിസ് ഇസ് ദ ഇൻസിഡൻറ്റ് റേ. അത് വീണത് ഫസ്റ്റ് സർഫസിലാണ്. രണ്ടാമത്തെ സർഫസിൽ ഈ R2 മേലാണ് വീണിരുന്നെങ്കിൽ, രണ്ടാമത്തെ സർഫസിൽ വീണെങ്കിൽ അതിന് ഞാൻ തിരിച്ച് R1 R2 അങ്ങനെ ആക്കിയേനെ. ഏതിലാണോ ലൈറ്റ് വീണത് അത് R1. അതിൻ്റെ റേഡിയസ് ഓഫ് കർവച്ചർ ആണ് R1. ക്ലിയർ ആയാ? ഇനി നമ്മൾ ബേസിക് നമ്മുടെ ഇക്വേഷനിൽ നിന്നൊരു സാധാരണ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഇപ്പോൾ തന്നെ വരച്ച് പഠിപ്പിച്ചില്ലേ, അതിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോവാം. അപ്പോൾ ലെൻസ്, ഇതൊരു പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെൻറ്റർ, അതൊക്കെ പറഞ്ഞതല്ലേ ഞാൻ അല്ലേ. അപ്പോൾ ഇതൊരു ബൈ കോൺവെക്സ് ലെൻസാണ് അല്ലേ. അപ്പോൾ മീഡിയം ഒക്കെ ഓർത്തിരിക്കണം. പുറത്തിരിക്കുന്ന മീഡിയം ഒബ്വിയസ്ലി ഈസ് റെയറർ, വെറാസ് ദ മീഡിയം ഓഫ് ദ ലെൻസ് ഈസ് ഡെൻസ്. അപ്പോൾ ഇത് ഓരോ സ്ഫെറിക്കൽ സർഫസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ C1 ആണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് അവിടെയാണ് ഏറ്റവും ആദ്യം റേ വീഴുന്നത്. അപ്പോൾ അതിൻ്റെ വട്ടത്തിനെ ഞാൻ ഫസ്റ്റ് സർഫസ് ആയിട്ട് എടുക്കും കേട്ടല്ലോ. റൈറ്റ്, ക്ലിയർ? റൈറ്റ്.
ഇനി ഇത് സെൻറ്ററിന് അപ്പോൾ ഞാൻ എന്താ പറയുക C2. എന്തുകൊണ്ട് അത് രണ്ടാമത്തെ സർഫസിൻ്റെ സെൻറ്റർ ഓഫ് കർവച്ചറാണ്. കേട്ടല്ലോ? റൈറ്റ്? ക്ലിയർ? വട്ടം മനസ്സിലാക്കി വരയ്ക്കുക. ഈ 1ഉം 2ഉം ഏതാണെന്നുള്ളത് ആലോചിച്ചിരിക്കണം കേട്ടോ. ദിസ് ഇസ് 1, right, which is having center of curvature C1. This is 2, which has a radius of center of curvature C2. ക്ലിയർ ആവുണ്ട? റൈറ്റ്. ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് C1ഉം C2യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R1ഉം R2 എന്ന് പറയണത്. കേട്ടല്ലോ? റൈറ്റ്? ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. റൈറ്റ്. അപ്പോൾ ഒബ്ജക്റ്റിനെ ഞാൻ O എന്ന പൊസിഷനിലേക്കാണ് ഞാൻ ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ വന്നു. അപ്പോൾ 2 മീഡിയം കാണുന്നുണ്ട്. റെയർ ടു ഡെൻസ് മീഡിയത്തിലേക്കാണെങ്കിൽ ഇറ്റ് മൂവ്സ് റെയർ ടു ഡെൻസ് ആണെങ്കിൽ ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് നോർമൽ. എപ്പോഴും ഞാൻ കൺഫ്യൂഷൻ ചെയ്യണത് കേട്ടോ. വെൻ റെയർ ടു ഡെൻസ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് നോർമൽ. ഇനി അപ്പോൾ NM-ഉം ദ NL ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞാണല്ലോ ഞാൻ. അപ്പോൾ ഈ വരുന്ന റേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഒരു പ്രാവശ്യം ഡീവിയേറ്റ് ചെയ്തിട്ട് ശരിക്കും വേറെ സ്ഥലത്ത്, ഇപ്പോൾ ഇത് സർക്കിളായിരുന്നു വിചാരിക്കാം, അതിൻ്റെ നോർമൽ ആദ്യം എങ്ങനെ വരയ്ക്കേണ്ടത് ഞാൻ പിന്നെയും പറഞ്ഞു വെച്ചാൽ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ഷുഡ് പാസ് ത്രൂ ദ സെൻറ്ററായിട്ട് തോന്നിയില്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ നോർമലും ഒരു പോയിൻ്റിൽ നിന്ന് സർക്കിൾ സർഫസിൽ നിന്ന് നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് പാസ് ത്രൂ ദ സെൻറ്റർ. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർഫേസിൻ്റെ നോർമൽ വരയ്ക്കുമ്പോൾ ആ പോയിൻ്റ്, അതായത് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഏത് കൂടെ പാസ് ചെയ്യണ നോർമൽ വരയ്ക്കുമ്പോൾ ഈ C1 കൂടെ പാസ് ചെയ്തിരിക്കണം. കർവായിട്ട് തോന്നുമെങ്കിലും മനസ്സിലാക്കാം. റൈറ്റ്? ദ നോർമൽ വിച്ച് ഇസ് ഡ്രോൺ അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഷുഡ് പാസ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദാറ്റ് സർഫസ് വിച്ച് ഇസ് C1. ഇതാണ് നോർമൽ. ക്ലിയർ? നല്ല നമുക്ക് മൂവിങ് ടുവേർഡ്സ് നോർമലൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ആംഗിൾ എന്താ? മൂവിങ് ടുവേർഡ്സ് നോർമലായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം ബെൻഡ് ചെയ്തിട്ടുണ്ടാവുക? പോസ് ചെയ്തിട്ട് തനിയെ വരയ്ക്കാം കേട്ടോ. റൈറ്റ്? അതിൻ്റെ പൊസിഷനാണ് നമ്മുടെ സാധാരണഗതിയിൽ ലെൻസിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത്. ശരിക്കും അതെങ്ങനെ പോകണമായിരുന്നു? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. അതിന് പകരം ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് ഭംഗി പോകാണ്ട് അതിൽ നിന്ന് തിരിച്ച് കർവ് ചെയ്തിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്ത്, സോ ദെയർ യു ഫോം not forming the image is formed by the lens. ക്ലിയർ ആയ? ഇങ്ങനെയാണ് പ്രക്രിയ നടക്കുന്നത്. ക്ലിയർ ആയിട്ട് വിചാരിക്കണേ അല്ലേ? റൈറ്റ്? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഇമേജ് I' ഫോം ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഇമേജ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ 1 സർഫസ് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. റൈറ്റ്? അത് റിഫ്രാക്റ്റഡ് ആയിട്ട് ഫസ്റ്റ് സർഫസിൽ കൂടെ റിഫ്രാക്റ്റ് ആയിട്ട് ദർ ഫോംഡ് ആൻ ഇമേജ് വിച്ച് ഇസ് I'. റൈറ്റ്? ഈ I' അല്ല നമ്മൾ കാണുന്ന കേട്ടോ. നമ്മൾ വേറെ ഇമേജാണ് കാണുന്നത്. ബിക്കോസ് 2 സർഫസ് ഉണ്ട് ഇവിടെ ശരിക്കും റിഫ്രാക്ഷൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഈ I' എന്തായി മാറും? ദിസ് I' നമ്മൾ ലെൻസ് 2 മിറർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിററിൻ്റെ ഇമേജ് ബിക്കംസ് ഒബ്ജക്റ്റ് ഫോർ ദ നെക്സ്റ്റ് മിറർ. അതേമാതിരി നൗ I' ബിക്കംസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ നെക്സ്റ്റ് മിറർ. ക്ലിയർ ആവുണ്ട? ഈ I' എന്ന് പറയുന്നതായിരിക്കും ഇനി പുതിയ ഒബ്ജക്റ്റായി മാറിയത് രണ്ടാമത്തെ സർഫസിന് വേണ്ടിയിട്ട്. ആദ്യത്തെ സർഫസിൻ്റെ ഇമേജ് എന്താ? I'. ഒബ്ജക്റ്റ് എവിടെയാണ്? Oൻ്റെ അവിടെ. ക്ലിയർ? ഇനി രണ്ടാമത്തെ സർഫസ് വെച്ച് ആലോചിക്കണം കേട്ടോ. അപ്പോൾ അവിടുത്തെ ഇൻസിഡൻറ്റ് പോയിൻ്റ് അല്ലേ? കണ്ട I' തിരിച്ചൊന്ന് റീട്രേസ് ചെയ്ത് നോക്കി. അതാണ് ഇൻസിഡൻറ്റ് പോയിൻ്റ് അറ്റ് ദ സെക്കൻഡ് സർഫസ് അല്ലേ? അപ്പോൾ അവിടെ രണ്ടാമത്തെ സർഫസിൽ ഇടിച്ചു. അപ്പോൾ അവിടെ എന്താ? ഡെൻസ് ടു റെയർ അല്ലേ? അപ്പോൾ എവേ ഫ്രോം ദ നോർമലായിട്ട് വേണം ഒന്ന് തിരിയാൻ. ഇത് നോക്കിയേ, നിങ്ങൾ രണ്ടാമത്തെ സർഫസ് മാത്രം ചിന്തിക്കുക, മറ്റേ സർഫസ് കണ്ണുമൂടി വെച്ചേ. അപ്പോൾ ശരിക്കും അത് I' വന്ന് വീഴുമോ? ഫസ്റ്റ് സർഫസ് കഴിഞ്ഞു, അതിൽ രണ്ടാമത്തെ സർഫസ് ഇല്ലായിരുന്നുവെങ്കിൽ I' ആണ് ഫോം ചെയ്യുക. കേട്ടല്ലോ? എന്നാൽ അങ്ങനെയല്ല ചെയ്ത്. ശരിക്കും I' ഫോം ചെയ്തില്ല, കുറച്ചൊന്ന് ബെൻഡ് ചെയ്തു. റൈറ്റ്? അവിടെ വെക്കാണ്ട് I' ഫോം ചെയ്യാണ്ട് രണ്ടാമത്തെ സർഫസിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫ്രം ദ ഫസ്റ്റ് സർഫസ് അഗെയിൻ ഇറ്റ് ബെൻഡഡ്, ഇറ്റ് റീച്ച് ദ സെക്കൻഡ് സർഫസ്, ദർ ഇറ്റ് മൂവ്സ് അവേ ഫ്രം ദ നോർമൽ, ഹെൻസ് ഇറ്റ് ഇമേജ് ഇസ് ഫോംഡ് ഹിയർ. ഈ I ആണ് നമ്മുടെ ശരിക്കുള്ള ഇമേജ് വിച്ച് വി സീ ത്രൂ എ ലെൻസ്. ക്ലിയർ? റൈറ്റ്? അപ്പോൾ ആദ്യത്തെ സർഫസിൽ റിഫ്രാക്ഷൻ കഴിഞ്ഞു, ഒന്ന് ബെൻഡ് ചെയ്തു. രണ്ടാമത്തെ സർഫസ് ഇല്ലായിരുന്നുവെങ്കിൽ അത് I' ഫോം ചെയ്യുക. സോ ദാറ്റ് ഐ ക്യാൻ സേ I' നൗ ആക്ച്വലി ബിക്കംസ് ദ ഇമേജ് ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് സർഫസ്. അപ്പോൾ ആക്ച്വലായിട്ട് എന്താ? ഒരു റിഫ്രാക്ഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ റിഫ്രാക്ഷൻ നടന്ന് ശരിക്കും ബെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് I എന്ന ഫൈനൽ ഇമേജ് കിട്ടിയിരിക്കുന്നത്. ക്ലിയറായ? ഈ ഭാഗം മനസ്സിലായില്ലെങ്കിൽ വളരെ കഷ്ടമാണ് കേട്ടോ. റൈറ്റ്? ക്ലിയർ? റൈറ്റ്? അപ്പോൾ കഴിഞ്ഞ കേസസിൻ്റെ ബേസിസിൽ തന്നെ നമ്മൾ ഇതേമാതിരി ചെയ്തിട്ടുണ്ട്. 2 മിറർ വെച്ചിട്ടൊക്കെ. 2 മിററിൻ്റെ കേസിൽ ഓർമ്മ ഉണ്ടാവും.
ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡൻ്റ് ആയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, അതിലുണ്ടായ ഇമേജ് ബിക്കംസ് ഓബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് മിറർ. നമ്മൾ പഠിച്ചിട്ടില്ലേ, അതേമാതിരി തന്നെയാണ് ഇവിടെ. ദ ലെൻസ് ഈസ് ആക്ച്വലി എ കളക്ഷൻ ഓഫ് 2 റിഫ്രാക്റ്റിംഗ് സർഫസ് സോ ദാറ്റ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് വിച്ച് ഇസ് ഐ ഡാഷ് ബിക്കംസ് ദ ഓബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസ് വിച്ച് ലാസ്റ്റ് ഫോം ദ ഫൈനൽ ഇമേജ് വിച്ച് ഇസ് ഐ. ക്ലിയർ ആയ? ഈ ഐ ഡാഷ് എനിക്ക് കാണൂല കേട്ടോ. I dash cannot be seen, right? This is something which is a conceptual thing. കേട്ടല്ലോ. അപ്പോൾ ഒരു ലെൻസിൽ എത്ര ശരിക്കും 2 ഇമേജസ് ഉണ്ടാവുന്നുണ്ട്, ഐ ഡാഷും ഐയും. അതിൽ ഐ ഡാഷ് നമ്മൾ കാണൂല, നമ്മൾ ലാസ്റ്റ് ആയിട്ടുള്ള ഫൈനൽ ഇമേജ് ആയിട്ടുള്ള ഐ മാത്രമേ കാണുകയുള്ളൂ. കേട്ടോ? റൈറ്റ്? കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ കുറച്ചും കൂടി നീണ്ടു പോകണം. നമുക്ക് ഡെറിവേഷനിലാണ് ഈ രാമായണം മുഴുവൻ പറഞ്ഞത്. അപ്പോൾ ഡെറിവേഷൻ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സിലേക്ക് വന്നേ. എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വരിക, എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് വരിക എന്നുള്ളതൊക്കെ ആലോചിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് സർഫസ് എന്ന് ആലോചിക്കാം അല്ലേ. ഫോർ ഫസ്റ്റ് സർഫസ് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ സർഫസ് നോക്കരുത് കേട്ടോ. ഫസ്റ്റ് സർഫസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ? യു. അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എവിടെയാണ് വരിക? എവിടെ നിന്ന് വരിക? എപ്പോഴും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ ആ സർഫസ് മാത്രം നോക്കിയേ, ആദ്യത്തെ സർഫസ് മാത്രം. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്താ? വി ഡാഷ് എന്ന് എഴുതാം. പക്ഷേ ഞാൻ ഐ ഡാഷ് അല്ല അതിൻ്റെ ഇമേജ്, ശരിക്കുള്ള ഇമേജ് ഡിസ്റ്റൻസ് അതല്ല വരിക. അപ്പോൾ ഇത്രയും കിട്ടിയല്ല, യുവും കിട്ടി, വി ഡാഷും കിട്ടി. അപ്പോൾ രണ്ടാമത്തെ സർഫസ് കാരണം എന്തായി? ആ ഇമേജ് ഷിഫ്റ്റ് ചെയ്തു. ഏതാ? ഐ ഡാഷിൽ നിന്ന് ഐയിലേക്കാണ്. ആ ഇമേജാണ് നമ്മുടെ ഫൈനൽ ഇമേജ് വിച്ച് ഇസ് ആക്ച്വലി വി. കേട്ടോ? വി ഡാഷ് ഇസ് എ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്, ഇറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തതാണ് കേട്ടോ. പക്ഷെ അതുണ്ടായിരിക്കണം, എന്നാലേ അത് ശരിക്കും ഉണ്ടാവുള്ളൂ, എന്ത് ഫൈനൽ ഇമേജ് ഉണ്ടാവുള്ളൂ. സോ ബിക്കോസ് വൺ റിഫ്രാക്റ്റിംഗ് സർഫസ് ഡെഫിനറ്റ്ലി മേക്സ് എ ഇമേജ് വിച്ച് ഐ കനോട്ട് സീ. റൈറ്റ്? സോ ദിസ് മച്ച് പാരാമീറ്റേഴ്സ് ക്ലിയർ. റൈറ്റ്? അപ്പോൾ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് വേണം ഇനി നമ്മുടെ കളികൾ മുഴുവൻ. കേട്ടല്ലോ? ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. എപ്പോഴും മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ പാരാമീറ്റേഴ്സൊക്കെ ക്ലിയർ ആവും. റൈറ്റ്? സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് യു, വിച്ച് ഇസ് വി ഡാഷ് ആൻഡ് വിച്ച് ഇസ് വി. റൈറ്റ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് യു, ഫസ്റ്റ് surface image distance is v dash and final image distance is v. അപ്പോൾ ഈ v dash എന്ന് പറയുന്നത് becomes object distance for the second surface. അത് തലയിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അടുത്ത കളയട്ടെ, അത് അനാവശ്യമായി വന്നു പോയതാണ്. റൈറ്റ്? അപ്പോൾ നമ്മുടെ കേസസിലേക്ക് പോകാമല്ലോ. സോ വാട്ട് ഹാസ് ബീൻ ടോൾഡ് അബൌട്ട് എനി സ്ഫെറിക്കൽ സർഫസ്? എന്താണ് ഇക്വേഷൻ? വിച്ച് ഇസ് n2/v ഈസ് ഈക്വൽ ടു n2/v മൈനസ് n1/u, റൈറ്റ്, ഇസ് ഈക്വൽ ടു n2 മൈനസ് n1/r. ഇതെല്ലാം നമ്മൾ പഠിച്ചത്, അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ n2 n1 എന്താണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. n2 എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയം ടു വെയർ ദ ലൈറ്റ് ഗോസ് ഇൻ. എവിടേക്കാണോ ലൈറ്റ് പോകുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. n1 എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിലേക്കാണ്? ആ വരച്ചതിൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകണമെങ്കിൽ ആ പോയ വസ്തുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. റൈറ്റ്? എന്നാൽ എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n1. ക്ലിയർ ആയ? റൈറ്റ്? ഞാൻ പിന്നെയും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊളാക്കും അല്ലെങ്കിൽ. റൈറ്റ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സുമായി തന്നെ വിൽ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് സർഫസ് അല്ലേ. ഫസ്റ്റ് സർഫസിൽ എന്തൊക്കെ നടന്നതെന്നുള്ളത് ആലോചിക്കുകയും ഫസ്റ്റ് സർഫസിൽ എന്താ നടന്നത്? അപ്പോൾ അവിടെ n1 എന്തായിരിക്കും, n2 എന്തായിരിക്കണം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. ലൈറ്റ് വരുന്നത് നമ്മുടെ മീഡിയത്തിൽ നിന്നാണ് അല്ലേ. അപ്പോൾ n1 ഫ്രം വെയർ ദ ലൈറ്റ് കംസ് ദാറ്റ് ബിക്കംസ് n1. അപ്പോൾ എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്? മീഡിയത്തിൽ നിന്ന്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബിക്കംസ് nm. അപ്പോൾ n1 എന്ന് പറയുന്നത് nm ആയിരിക്കും അല്ലേ. nl എന്ന് പറയുന്നത് n2 ആയിരിക്കും. അപ്പോൾ nl ഡിവൈഡഡ് ബൈ എന്താണ് ഫസ്റ്റ് സർഫസിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് വരുന്നത്? വി ഡാഷ് ആണ്, വി അല്ല. റൈറ്റ്? സോ nl ബൈ വി ഡാഷ്. റൈറ്റ്? മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ സർഫസ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. സോ nl ബൈ വി ഡാഷ് മൈനസ് nm ബൈ യു ഈസ് ഈക്വൽ ടു, യു എന്ന് പറയുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ? സാധാരണഗതിയിൽ ഈ സെയിം ഡിസ്റ്റൻസിൽ എടുക്കേണ്ടത് ഞാൻ മൈനസും പ്ലസും ഒന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഡിവൈഡ് ബൈ r1. അത് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഞാൻ പറയാം പ്ലസും മൈനസും ഒക്കെ. കേട്ടല്ലോ? റൈറ്റ്? ഇത് ഇത്ര എഴുതിയല്ലോ r1 എന്നുള്ളത്. റൈറ്റ്? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ ദ ഫസ്റ്റ് സർഫസ്. അതേമാതിരി സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ എന്താ വരിക? അതിൽ ഐ ഡാഷ് ആക്ട്സ് ആസ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ വി ഡാഷ് ആണ് നമ്മുടെ ഇനി പുതിയ യു. എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകണേ? മീഡിയത്തിലേക്കാണ് പോകണം ഫ്രം ദ ലെൻസ് അല്ലേ. അപ്പോൾ അവിടെ n1 എന്ന് പറയുന്നത് എന്തായിരിക്കും? n2 എന്ന് പറയുന്നത് എന്തായിരിക്കും? n1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രം വെയർ ദ ലൈറ്റ് കംസ് ഔട്ട്. എവിടേക്കാണോ പുറത്തു നിന്ന് എവിടെ നിന്നാണോ വരുന്നത് അല്ലേ.
right? So nm by v, right? അല്ല അതല്ല ഫൈനൽ ഇമേജ് nm by v, right? മൈനസ് nl by v dash, right? ക്ലിയർ ആണെന്ന് ചോദിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ what is n1? medium from where the light comes, right? n2 is the medium to where the light goes in, അല്ലേ? അപ്പോൾ ഇവിടെ എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്? ലെൻസിൽ നിന്നാണ് അല്ലേ? അത് എന്താവും? n1 ആവും കേട്ടല്ലോ. സോ nl ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? ഐ ഡാഷിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ വിച്ച് ഇസ് ആക്ച്വലി വി ഡാഷ്. ക്ലിയർ ആയ? nl ബൈ വി ഡാഷ് ഇസ് ഈക്വൽ ടു nm മൈനസ് nl ഹോൾ ഡിവൈഡഡ് ബൈ r2. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സെക്കൻഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് r2 അല്ലേ? ക്ലിയർ ആയ? റൈറ്റ്. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇവർ രണ്ടുപേരും ഒന്ന് ആഡ് ചെയ്ത് കളയാം കേട്ടല്ലോ. റൈറ്റ്. സോ ജസ്റ്റ് ആഡ് ചെയ്ത് പോവാട്ടോ. നിങ്ങൾ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വാട്ട് ഐ ആം റൈറ്റിംഗ് ഡോണ്ട് വെയിറ്റ് ഫോർ ഇറ്റ്. റൈറ്റ്. സോ nm വിയും nm രണ്ട് സ്ഥലത്തുണ്ട് അല്ലേ? സോ nm v മൈനസ് യു എടുത്ത് മറ്റേ ഫാക്ടേഴ്സൊക്കെ ഒന്ന് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയേ. യു വിൽ ഗെറ്റ് nl മൈനസ് nm ഹോൾ 1/r1 മൈനസ് 1/r2 കേട്ടല്ലോ. റൈറ്റ്. 1/r1 മൈനസ് 1/r2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയാൽ ഇനി നമ്മുടെ പ്ലസ്സും മൈനസിൻ്റെ കളി വരാൻ വേണ്ട, നമുക്കത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അറേഞ്ച് ചെയ്യാനുണ്ട്. റൈറ്റ്. ഒന്നുകൂടി nl മൈനസ് nm 1/r1 മൈനസ് 1/r2 എന്ന് എഴുതാം. റൈറ്റ്. ക്ലിയർ. ഇനി nm എന്ന് പറഞ്ഞ സെക്ഷന് ഞാൻ എല്ലാത്തിനും കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ടേമിൽ എടുത്തു കഴിഞ്ഞാൽ ക്യാൻ ഐ റീ അറേഞ്ച്? ഇതൊന്ന് റീ അറേഞ്ച്മെൻ്റ് ആണോ? nl ബൈ nm മൈനസ് 1/r1 മൈനസ് 1/r2. റൈറ്റ്. ക്ലിയർ ആയ? നല്ല ഭംഗിയുള്ള ഇക്വേഷൻ വന്നാൽ. റൈറ്റ്. ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ചും കൂടി ക്രൈറ്റീരിയ പറയേണ്ടത് ഫൈനൽ ആയിട്ടില്ല കേട്ടോ, എന്നാലും എത്തിയെന്ന് പറയാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ എത്താറായി നിൽക്കുന്നു. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ഡെറിവേഷൻ ആയിട്ടില്ലേ. ഇനിയിപ്പോൾ സപ്പോസ് ഞാൻ സാധാരണഗതിയിൽ ഒബ്ജക്റ്റ് വളരെ ദൂരെ ആയിരിക്കും അല്ലേ? അറ്റ് ഇസ് ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം. സപ്പോസ് ഒബ്ജക്റ്റ് ഇസ് അറ്റ് ഇൻഫിനിറ്റി. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് ലെൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേർ ഡസ് ദ ഇമേജ് ഫോം? ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഫോക്കസ്. റൈറ്റ്. ഇങ്ങനെയല്ലേ ഫോം ചെയ്യാറ്? അപ്പോൾ യു എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയി, വി എന്ന് പറയുന്നത് എഫ് ആയി. ഞാൻ മുകളിലത്തെ ഇക്വേഷനിലേക്ക് ഒന്ന്, അല്ലെങ്കിൽ 1/v മൈനസ് 1/u എന്താ വരിക? 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f വെച്ച് മൈനസ് 1/infinity 1/infinity 0 ആയി. അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം? 1/v മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f എന്ന് എഴുതാം അല്ലേ? അത് എഴുതി കൊടുത്തു. ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ ഫോമുല. ദാറ്റ് ലെൻസ് ഫോമുല ഇസ് നോൺ ആസ് തിൻ ലെൻസ് ഫോമുല പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നേരത്തെ ഇക്വേഷനിലേക്ക് നോക്കിയേ, അവിടെ ഒരു 1/v മൈനസ് 1/u ഇല്ലേ? അവിടെ ഞാൻ 1/f എന്ന് എഴുതി വയ്ക്കാൻ പോകട്ടാ. ഇനി ബാക്കിയുള്ള സാധനങ്ങൾക്ക് അതേമാതിരി എഴുതാൻ പോവാം. റൈറ്റ്. ദിസ് ഇക്വേഷൻ ഇസ് നോൺ ആസ് ലെൻസ് മേക്കേഴ്സ് ഫോമുല വിത്തൗട്ട് സൈൻസ് വരുമ്പോൾ അവിടെ പ്ലസ്സും മൈനസൊക്കെ മാറി പോവാം കേട്ടല്ലോ. ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോമുല എന്ന് പറഞ്ഞിട്ട് മഗപ്പ് ചെയ്യേണ്ട ഇക്വേഷൻ കേട്ടല്ലോ. അതിൻ്റെ വേറൊരു ഇക്വേഷൻ എഴുതിയില്ലേ? 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതാണ് തിൻ ലെൻസിൻ്റെ ഫോർമുല. ചെറിയ ലെൻസ്, വളരെ ചെറിയ ലെൻസ് കേട്ടല്ലോ. ഇക്വേഷൻ ബഗ്ഗപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ n-1 ഉള്ളൂ കേട്ടോ. അപ്പം അതെന്തുകൊണ്ടാണ് മീഡിയം എയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യണ ഫാക്ടർ 1 ആയില്ലേ? അപ്പം അത് മൈൻഡ് ചെയ്യാറില്ല കേട്ടല്ലോ. ഡസ് n-1 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ n എന്ന് പറയുന്നത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ് ആണ് കേട്ടോ. അപ്പോൾ മീഡിയം ചിലപ്പോൾ മാറാം. നീറ്റിലൊക്കെ മീഡിയം മാറിയിട്ടാണ് ചോദിക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേക nl ബൈ nm എന്ന് ഞാൻ എടുത്തു തന്നെ. ക്ലിയർ? റൈറ്റ്. ക്ലിയർ. അപ്പോൾ എന്തൊക്കെയായിരുന്നു? R1 എന്തായിരുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കർവേച്ചർ ഓൺ വിച്ച് ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ് റേ ഫോൾസ്. R1 R2 എന്തായിരിക്കും? ആൻഡ് എഫിൻ്റെ സൈൻ എന്താണ്? ഇൻസിഡൻറ്റ് റേൻ്റെ സൈന് പോസിറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം R1ഉം R2ഉം എഫ് യുവിനൊക്കെ സൈൻ കൊടുക്കേണ്ടത്. ഇനി ഒരൊറ്റ പോയിൻ്റ് എക്സ്ട്രാ, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എപ്പോഴും പോസിറ്റീവും ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ് ഇസ് ഓൾവേസ് നെഗറ്റീവ്. ഇത് മൈനസിൽ വെച്ചിരിക്കുക. റൈറ്റ്. ഫോക്കസ് ഓഫ് എ കോൺവെക്സ് ഇസ് പോസിറ്റീവ്, വെറാസ് ഓഫ് എ കോൺകേവ് ഇറ്റ് ഇസ് നെഗറ്റീവ് കേട്ടല്ലോ. ഇത് പ്രോബ്ലംസിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. റൈറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ഇനി നമ്മൾ മാഗ്നിഫിക്കേഷനിലേക്കാണ് പോവുക അല്ലേ? നമ്മളങ്ങനെ പഠിച്ചിട്ടില്ലേ? റൈറ്റ്. മാഗ്നിഫിക്കേഷൻ ഇൻ ലെൻസസ്. ക്ലിയർ? ഇനി അത് ടോപ്പിക്, അത് ചെറിയൊരു ഡെറിവേഷനാണ് കേട്ടല്ലോ. സോ സാധാരണ നമുക്ക് മാഗ്നിഫിക്കേഷനെ പറ്റി എന്താ അറിയാം? മാഗ്നിഫിക്കേഷൻ ഇസ് ആക്ച്വലി ഹൗ മച്ച് ദ ഇമേജ് ഇസ് ഹയർ ദാൻ ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ HI/HO ആണെന്നുള്ള മനസ്സ് വിചാരിക്കാം. സാധാരണ ഒരു ലെൻസ് വരച്ചു, ഒരു പ്രിൻസിപ്പൽ ആക്സസ് വരച്ചു, ഒരു ഒബ്ജക്റ്റ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ലെറ്റ്സ് സേ ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് AB.
റൈറ്റ്. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ ഞാൻ പാരലാക്കി, റൈറ്റ്. ഇറ്റ് ഹാസ് ടു സപ്പോസ് ടു ബി ഫോം ദ ഓപ്റ്റിക് സെൻറ്റർ എന്ന ഫോക്കസ് കൂടെ വായിക്കണ്ടേ, റൈറ്റ്. അപ്പോൾ ഒരു ലൈന് നമ്മൾ ഓപ്റ്റിക് സെൻറ്റർ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഗോസ് ആസ് ഇറ്റ് ഇസ്, റൈറ്റ്. പിന്നെ പാരലായിട്ടുള്ളത് എന്തിൽ കൂടെ പാസ് ചെയ്യണം? എനി റേ വിച്ച് ഇസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഹാസ് ടു പാസ് ത്രൂ ഫോക്കസ്, റൈറ്റ്. സപ്പോസ് ദാറ്റ് ഇസ് ഫോക്കസ്, അത് കൂടെ ഞാൻ പാസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്, റൈറ്റ്. എവിടെയെങ്കിലും കൊണ്ടുപോയി മീറ്റ് ചെയ്യും, ബട്ട് ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഫാർ അവേ, റൈറ്റ്. ക്ലിയർ. അവിടെ ഫോം ചെയ്ത ഇമേജ് ലെറ്റ്സ് സേ ഇറ്റ് ഇസ് എ ഡാഷ് ബി ഡാഷ്. ഇതൊക്കെ സിമ്പിൾ അല്ലടോ, റൈറ്റ്. ക്ലിയർ. നമ്മൾ രണ്ട് ട്രയാങ്കിളൊക്കെ ഫോം ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇമേജ് ഡിസ്റ്റൻസിന് ഞാൻ വി എന്ന് പറഞ്ഞു, ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് യു എന്ന് പറഞ്ഞു, കേട്ടല്ലോ, റൈറ്റ്. ഇനി കുറച്ച് പാരാമീറ്റർ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും, കേട്ടല്ലോ, റൈറ്റ്. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ നോക്കാൻ പോവാണ്. ഏത്? ട്രയാങ്കിൾ എ അല്ലെങ്കിൽ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് ഒ. ഞാൻ പറയുകയാണ് ഈ രണ്ട് ട്രയാങ്കിളും സിമിലറാണ്. സോ യു വിൽ ആസ്ക് മീ ഹൗ, എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിളും സിമിലറാന്ന് പറയണത്? ഓക്കെ, ഈ ട്രയാങ്കിള്, റൈറ്റ്, അതേമാതിരി അടുത്ത ട്രയാങ്കിളും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടിടത്തും ഒരേ കോമൺ ആംഗിൾ ഉണ്ട്, വിച്ച് ഇസ് തീറ്റ. രണ്ടിടത്തും ഉള്ളതല്ല ഈ ട്രയാങ്കിളുണ്ടോ തീറ്റ? ഓക്കെ, ഉണ്ടല്ലോ. ഇനി എ ബി ഒ എന്ന ട്രയാങ്കിളിലും ഉണ്ടല്ലോ തീറ്റ, റൈറ്റ്. ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇതേമാതിരി എ ബി അല്ലേ, എ ഡാഷ് ബി ഡാഷും പെർപെൻഡിക്കുലറാണ് പ്രിൻസിപ്പൽ ആക്സിസിന്. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഐ ക്യാൻ സേ ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. വെൻ ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ദ റേഷ്യോസ് ഓഫ് ദിയർ സൈഡ്സ് ആർ ഈക്വൽ. സോ ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി is equal to OB dash divided by OB. ഇനി എന്തുട്ട് എ ഡാഷ് ബി ഡാഷ്? അതാണ് നമ്മുടെ ഇമേജിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ എനിക്ക് എന്തെഴുതാം? എ ഡാഷ് ബി ഡാഷ് അത് മൈനസ് എച്ച് ഐ എന്ന് എഴുതും. എന്തുകൊണ്ടാണ് മൈനസ്? താഴോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയുള്ളതൊക്കെ നെഗറ്റീവ്. സോ മൈനസ് എച്ച് ഐ ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എ ബി, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് സൈസ് അല്ലേ. അത് എത്രയാണ്? മുകളിലേക്കല്ലേ നിൽക്കുന്ന, പോസിറ്റീവ് ആണ്. സോ എച്ച് ഒ, റൈറ്റ്. വാട്ട് ഈസ് ഒ ബി ഡാഷ്? ഒന്ന് നോക്കാം. ഒ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഫോർമേറ്റ് ചെയ്തുള്ള പോയിൻ്റ് അല്ലേ, ബി ഡാഷ്. ഒ ടു ബി ഡാഷ് നോക്കിയേ, ഈ ഡയറക്ഷൻ പോസിറ്റീവ്, റൈറ്റ്. ഓൾ ദ ഡയറക്ഷൻ വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ഇറ്റ് അല്ലേ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് എടുക്കണം മെഷർമെൻറ്റ്. അപ്പോൾ യു വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ബട്ട് വി ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് റേ. സോ വി ഈസ് പോസിറ്റീവ് ബട്ട് യു ഈസ് നെഗറ്റീവ്, കേട്ടല്ലോ. അപ്പോൾ മൈനസ് മൈനസ് അപ്പോൾ തന്നെ തെറിച്ചു പോയി. സോ എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് കിട്ടും. ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ ഓഫ് കോൺവെക്സ് ലെൻസ്. ഇപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ് നോക്കുന്നത്. ഓർ എനി സ്ഫെറിക്കൽ ലെൻസസ് ഈസ് വി ബൈ യു. ക്ലിയർ ആയ? റൈറ്റ്. നോർമൽ കണ്ടീഷനിൽ നമ്മൾ വേറെ ഇൻക്ലൂഡ് ഒന്നും ചെയ്തിട്ടില്ല, റൈറ്റ്. ഇനി ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ. മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവ്. ഇപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇമേജ് ഇങ്ങനെയാണ് ഫോം ചെയ്തെങ്കിൽ ഇത് പോസിറ്റീവ് ആണെന്നുള്ള കേസാണ്. അപ്പോൾ എപ്പോഴാണ് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവുക? ഒബ്ജക്റ്റ് ഇങ്ങനെയാണ്, എന്നാൽ ഇമേജ് തല തിരിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ചെറുത് വലുത് എന്നുള്ളതല്ല കേട്ടോ, കേട്ടല്ലോ. അതേമാതിരി ഒരു ചെറിയ പോയിൻ്റ് ഇത് മനസ്സിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ നീറ്റിന് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഒരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിൻ്റെയും മാഗ്നിഫിക്കേഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കോൺവെക്സ് ലെൻസിൽ മാഗ്നിഫിക്കേഷൻ എതർ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് കോൺവെക്സിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. എന്നാൽ കോൺകേവ് ലെൻസിൽ മാഗ്നിഫിക്കേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ചിന്തിക്കേണ്ട കാര്യമില്ല. ദ മാഗ്നിഫിക്കേഷൻ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ക്ലിയർ ആയ? റൈറ്റ്. ഇനി ഇത്രയും ഭാഗം വൃത്തിയായി മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യാം. റൈറ്റ്. വിൽ സ്റ്റാർട്ട് വിത്ത് സം ന്യൂമറിക്കൽ സെക്ഷൻ. കേട്ടല്ലോ, റൈറ്റ്. അതേമാതിരി വല്ലാണ്ട് കൂടുതൽ ന്യൂമറിക്കൽസ് എടുക്കണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഈ തിയറീൻ്റെ കൂടെ ന്യൂമറിക്കൽസ് മിക്സ് ചെയ്യണത്. സപ്പോസ് ഒരു ബൈ കോൺവെക്സ് ലെൻസാണ് കേട്ടോ. നമുക്ക് തോന്നുന്നത് ബൈ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കോൺവെക്സ് ലെൻസാണ്, ബട്ട് അറിഞ്ഞിരിക്കുക എൻ്റെ ടെക്നിക്കൽ ടേമിലാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരിക. സോ ദർ ഇസ് എ ബൈ കോൺവെക്സ് ലെൻസ്, റൈറ്റ്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ R1ഉം R2ഉം 10 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്, റൈറ്റ്. ആ ലെൻസിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 എന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്നല്ലേ ഞാൻ പറഞ്ഞ R1 R2. ഞാൻ പിന്നീട് ഇപ്പോൾ അതന്നെ പറയാം. R1 R2 ആർ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് NL റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ്. യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ ഫോക്കസ് ഓഫ് ദ ലെൻസ് കേട്ടോ. ഇത് എയറിലാണ് വെച്ചിരിക്കുന്നത്. സിസ്റ്റം മുഴുവൻ എയറിലാണ്. പോസ്റ്റ് വീഡിയോ, ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ബൈ യുവർസെൽഫ്.
കേട്ടോ. അപ്പം ഇങ്ങനെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അല്ലേ കുറച്ച് വിപുലീകരിച്ചിട്ടൊക്കെ ചിന്തിക്കണം. നമുക്ക് ഈ ലെൻസിനെ വരയ്ക്കുമ്പോൾ 2 സ്ഫെറിക്കൽ സർഫസസിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കണം അല്ലേ. എനിക്കറിയേണ്ട R1 R2 പോസിറ്റീവ് ആണെന്ന് അറിയണം. എല്ലാതും ഇപ്പോൾ പ്ലസ് എന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നും പ്ലസും മൈനസും വേർതിരിച്ചിട്ടല്ല ചെയ്തത്, ജസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചുള്ളൂ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈൻ. ഇതാണ് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ. ഐ വിൽ ടേക്ക് ദസ് ആസ് പോസിറ്റീവ്, റൈറ്റ്. സോ ദിസ് സർഫസ് ബിക്കംസ് ദ ഫസ്റ്റ് വൺ ബിക്കംസ് ദ ഫസ്റ്റ് സർഫസ്. അപ്പോൾ അതിൻ്റെ റേഡിയസ്, ഈ ഡാർക്കൺ ചെയ്തിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ അല്ലെങ്കിൽ സെൻറ്റർ എവിടെ വരിക എന്നുള്ള ആലോചിച്ച് നോക്ക് കേട്ടല്ലോ. അവിടെ നിന്ന് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് സാധാരണഗതിയിൽ ലെൻസ് വളരെ തിന്നായിരിക്കും, റൈറ്റ്. സോ ഡോണ്ട് മേക്ക് ആ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യണതും അറ്റത്തുനിന്ന് ബൗണ്ടറിയിൽ നിന്ന് മെഷർ ചെയ്യണത് ഏതാണ്ടൊക്കെ സെയിം ആയിരിക്കും. സോ ദിസ് ബിക്കംസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ R1 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എവിടെയാണ് വരിക, അല്ലെങ്കിൽ സെൻറ്റർ എവിടെയാണ് വരിക, ഇപ്പുറം വരും, ദാറ്റ് ഇസ് C2. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എങ്ങനെയാണ് വരിക അല്ലേ, ഇവിടെ നിന്ന്. അപ്പോൾ ഈ ഡയറക്ഷൻ R2. അപ്പോൾ R2 പ്ലസ് ആണോ മൈനസ് ആണോ, നെഗറ്റീവ് ആണ്. R1 എന്താ, പോസിറ്റീവ് ആണ്. അപ്പോൾ മനസ്സിലായ, ക്ലിയർ, റൈറ്റ്. സോ R1 ഇസ് പോസിറ്റീവ്, R2 ഇസ് നെഗറ്റീവ്. സന്തോഷം. ഇനി ആ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമായി. ഇനി എന്താണ് റിഫ്രാക്റ്റീവിൻ്റെ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ ആട്ടെ, R1 R2. ഞാൻ പിന്നെ ഇത് പറഞ്ഞത്, റേഡിയസ് ഓഫ് കർവേച്ചർ R1 ഈസ് പോസിറ്റീവ്, റേഡിയസ് ഓഫ് കർവേച്ചർ R2 ഈസ് നെഗറ്റീവ്. ക്ലിയർ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്, പക്ഷേ ഒപ്റ്റിക് സെൻറ്ററും ബൗണ്ടറിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. സോ യു ക്യാൻ സേ യു ആർ മെഷറിങ് ഫ്രം ദ ബൗണ്ടറി. ദിസ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. ക്ലിയർ, ഓക്കെ. ഇനി ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസിനാണ് നമ്മളിനി R1 R2 എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില ബുക്കിൽ ബൗണ്ടറിയിൽ നിന്ന് അങ്ങനെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് R1 ഈസ് പോസിറ്റീവ് R2 ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റാണ് കേട്ടോ അതൊക്കെ, കേട്ടല്ലോ, റൈറ്റ്. ആൻഡ് വാട്ട് ഇസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലെൻസ് 3/2 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഇക്വേഷൻസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തനിയെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുന്നുണ്ടോയെന്ന്. 1/f ഇസ് ഈക്വൽ ടു NL/NM -1 ആൻഡ് 1/R1 -1/R2. എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അല്ല പോസ് ചെയ്യുക വീഡിയോ, റൈറ്റ്. പാരാമീറ്റേഴ്സ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഈ R1 R2 പോലെ ചില സ്ഥലത്ത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞത് വന്ന് കണ്ടോ, ഐ ഹാവ് റിട്ടേൺ ഇറ്റ് ഓൾറെഡി, റൈറ്റ്. സോ NL എന്ന് പറയുന്നത് എന്താ, ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. NM എന്ന് പറയുന്നത് എന്താ, മീഡിയം എയറിലാണ് വെച്ച സ്ഥിതിക്ക് NM എന്താവും 1 ആയിട്ട് മാറും, റൈറ്റ്. -1, റൈറ്റ്. 1/R1. R1 എന്താണെന്ന് പറയുന്നത് പ്ലസ് ആണെന്ന് പറയുന്നത്, R2 എന്താണ് മൈനസ് അല്ലേ, -10 എന്ന് എഴുതണം. ഇനി കാൽക്കുലേഷൻ ദയവേത് ചെയ്യുക, റൈറ്റ്. സോ 3/2/1 3/2 എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഹാഫ് ഉണ്ടാവുള്ള. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് വാട്ട് 2/20 അല്ലേ വരിക, റൈറ്റ്. ഓക്കെ. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഫോക്കസ് ഇസ് 10 cm. ക്ലിയർ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഫോക്കസ് എന്ന് പറഞ്ഞത് സീൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് വന്നത്, അല്ലെങ്കിൽ സീൻ്റെ 10 cm അല്ലേ, അവിടെ തന്നെയായിരിക്കും ഫോക്കസ് വരിക. അപ്പുറം വരില്ല, അതൊന്നും അതുമ്പോൾ നെഗറ്റീവ് വാല്യൂ പ്ലസ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1ൻ്റെ അവിടെയാണ് ഫോക്കസ് വന്നിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ, റൈറ്റ്. ഇനി വേറെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനൊരു ലെൻസാണ് നിങ്ങൾക്ക്, റൈറ്റ്. അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ലെറ്റ്സ് ഇങ്ങനെ ഒരു പ്ലെയിൻ ആക്സസ്, ഞാൻ പിക്ടോറിയലായിട്ട് പറയാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെ, റൈറ്റ്. ലെറ്റ്സ് R1 ഈസ് ഗിവൺ ആസ് 20 cm കേട്ടോ. ആൻഡ് ഇൻസിഡൻറ്റ് റേ ഈസ് ഫോളിങ് ഫ്രം എയർ, ചുറ്റും മീഡിയം എയർ ആണെന്ന് വിചാരിക്കും. ഇതൊരു പ്ലെയിൻ സർഫസ് ആണെന്നുള്ളത് ആലോചിക്കണം, റൈറ്റ്. പ്ലെയിൻ സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ഇൻഫിനിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്, റൈറ്റ്. അപ്പോൾ ഇവിടെ R2 എന്ന് പറയുന്നതാണ് ഈ ഇൻഫിനിറ്റി കേസ് അല്ലേ. ഇൻസിഡൻറ്റ് റേ വന്നിട്ട് വളഞ്ഞ സർഫസ് വരയ്ക്കുക സർഫസിലല്ലേ വീണം, അപ്പോൾ ദാറ്റ് ബിക്കംസ് R1 ആൻഡ് ദ പ്ലെയിൻ സർഫസ് ബിക്കംസ് ദ സെക്കൻഡ് സർഫസ് ദാറ്റ് ബിക്കംസ് R2 ഇൻഫിനിറ്റി. അതെടുത്ത് കളയും കേട്ടല്ലോ, അത് മനസ്സിലായല്ലോ, റൈറ്റ്. അപ്പോൾ R1 എന്ന് പറയുന്നത് ഞാൻ മെഷർ ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കുക, എവിടെ നിന്ന് മെഷർ ചെയ്യുക, ഒപ്റ്റിക് സെൻറ്റർ എന്നുള്ള ഭാഗത്തു നിന്ന്, റൈറ്റ്. അപ്പോൾ R1 ബിക്കംസ് പോസിറ്റീവ്, റൈറ്റ്. ക്ലിയർ, റൈറ്റ്. വേറാസ് R2 I will take it as negative. എന്തുകൊണ്ടാണ്, അപ്പോൾ ഞാൻ ഒന്ന് തലതിരിഞ്ഞ് ആലോചിച്ചായിരിക്കും നല്ലത്. പ്ലെയിൻ സർഫേസിൽ നിന്നാണ് ഇൻസിഡൻറ്റ് നോക്കിക്കോ, കാരണം നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഇൻഫിനിറ്റീനെ നെഗറ്റീവ് ആക്കായിരിക്കും സുഖം, എളുപ്പം എഴുതാൻ കേട്ടല്ലോ, റൈറ്റ്.
സോ നിങ്ങൾ തലതിരിച്ചൊന്ന് ആലോചിച്ചാൽ മതി. സപ്പോസ് ഇൻസിഡൻറ്റ് ഫസ്റ്റ് സർഫസ് നിങ്ങൾ വേറെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, ബട്ട് എല്ലാ വാല്യൂസും സെയിം തന്നെയാണ് വരിക. ഇതാണ് പ്ലെയിൻ സർഫസ് വന്നുള്ള എളുപ്പം. ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 1/r1 മൈനസ് 1/∞ മൈനസ് 1/∞ ഇട്ടോ, റൈറ്റ്. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എഴുതി വയ്ക്കുക, റൈറ്റ്. യു വിൽ ഗെറ്റ് അറൗണ്ട് ഫോക്കസസ് ഈക്വൽ ടു 40. റൈറ്റ് ഗൈസ്, ഞാൻ R1 R2 എന്ന് പറയുമ്പോൾ തലതിരിഞ്ഞിട്ടാണ് പറയുന്നതെന്ന് എനിക്കും അറിയാം, right? But I am telling you, in this case you can take any surface as the first surface. Doesn't make any difference. Clear? ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഇൻഫിനിറ്റി ആയി പോയി, പിന്നെ എന്താ പ്രശ്നം? കേട്ടോ? ക്ലിയർ? ഇനി ഒരു കോൺവെക്സോ കോൺവെക്കേവോ ഡൈവർജിങ് ലെൻസ്, റൈറ്റ്. ഇങ്ങനെ ഒരു ഇന്ന് പറഞ്ഞതുണ്ട് ഇത് എന്താണെന്നുള്ളത്, റൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇൻസിഡൻറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ എയർ ആണെന്ന് വിചാരിക്കുക, ചുറ്റും ഈ ലെൻസ് വെച്ചിട്ടുള്ള ഒരു എയർ മീഡിയത്തിലാണെന്ന് വിചാരിക്കുക. ഈ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2 ആണ്. ഫോക്കസും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, റൈറ്റ്. ഫോക്കസ് ഇസ് ഗിവൺ ആസ് 2 cm, റൈറ്റ്. ഇത്രയും തന്നിട്ടുണ്ട്. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1, അത് ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ഡബിൾ ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ അതർ. അതായത് ഒരെണ്ണത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടാമത്തെ കർവ് സർഫസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡബിൾ ആണെന്നും കൂടി തന്നിട്ടുണ്ട്, റൈറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ അതർ. RC = 2RC എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയിരുന്നുള്ളത് 1 2 ഒന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, റൈറ്റ്. ആൻഡ് നിങ്ങളോട് ചോദിച്ചില്ല ആ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണെന്നാ, റൈറ്റ്. ക്ലിയർ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് സർഫസസിനും നമുക്ക് സ്ഫിയറായിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ആരായിരിക്കും വലുത്, ആരായിരിക്കും ചെറുത് എന്നുള്ളതായിരിക്കും. ഏത് റേഡിയസ് ഓഫ് കർവേച്ചർ വിൽ ബി ലാർജർ വിച്ച് ഇസ് സ്മോളർ, റൈറ്റ്. അപ്പോൾ ഞാൻ വട്ടം വരയ്ക്കണുണ്ടല്ലോ, 2 ഗോളങ്ങൾ വരച്ചു അല്ലേ. അപ്പോൾ 2 സർഫസിന് ഈക്വൽ ഉണ്ടാവില്ല. ഏത് സ്ഫെറിക്കൽ സർഫസിൻ്റെ പാർട്ടാണ് ഈ ലെൻസിൻ്റെ 2 ഭാഗങ്ങളെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻസിഡൻറ്റ് റേ വരുന്നത് നമുക്കൊന്ന് മാറ്റിയിട്ടേ, നമുക്ക് R1 ആക്കണം ആലോചിച്ചുകൊണ്ടിരിക്കുക. ഉള്ളിൽ തന്നെ നമുക്ക് R1 ആക്കാം അല്ലേ. സാധാരണ നമുക്ക് ആ ഉള്ളിലത്തെ ഭാഗത്തല്ലേ ഇൻസിഡൻറ്റ് വരിക. അപ്പോൾ ഈ സർഫസ് ശരിക്കും ഇല്ല, ഞാൻ പറയുകയാണ് നമുക്കത് വരയ്ക്കാമെന്നുള്ളത്. അപ്പോൾ ശരിക്കും ലെൻസിന് ഞാൻ വരയ്ക്കുമ്പോൾ, റൈറ്റ്, ഉള്ളിലത്തെ ആ ലെയറിൽ അതിലേക്കാണ് ഇൻസിഡൻറ്റ് റേ വരിക കേട്ടോ. വി ആർ ഹാവിങ് ഡൗട്ട്, ഐ വിൽ മേക്ക് ഇറ്റ് ക്ലിയർ ഗൈസ്. ഇങ്ങനെയാണ് ലെൻസ്, ഇൻസിഡൻറ്റ് റേ ഇങ്ങനെയല്ലേ വന്ന് വീഴുക. അപ്പോൾ അതാണ് ഫസ്റ്റ് സർഫസ്. അപ്പോൾ ഇവനാണ് ഫസ്റ്റ് സർഫസ്. അപ്പോൾ ഉള്ളിലത്തെ വട്ടല്ലേ, ദാറ്റ് സർക്കിൾ ഈസ് ദ ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസ്. മറ്റേത് പുറത്തത് രണ്ടാമത്തെ സ്ഫെറിക്കൽ സർഫസ്. ഫിഗർ നോക്കിയിട്ട് പറഞ്ഞേ ഏതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും വലുത്, പുറത്തത്തേൻ്റെ അല്ലേ. സോ ഇന്നർ റേഡിയസ് കർവേച്ചർ ഇഫ് ഇറ്റ് ഇസ് R, then the outer lens will have the radius of curvature 2R. പ്ലസും മൈനസും പറഞ്ഞിട്ടില്ല, അല്ലേ. C1 ഉം C2 ഞാൻ അടുത്തടുത്ത് എടുത്താണ് കേട്ടോ. സോ C1 is the center of curvature of the inner lens, right, inner part, right, and C2 is the center of curvature of the outer one. ഇത് C2 എന്നാക്കാം. അപ്പോൾ വൃത്തിയിൽ മനസ്സിലാവല്ലോ. ഇപ്പോൾ C1 C2 ക്ലിയർ ആയല്ലോ. ഇനിയാണ് നമുക്ക് R1 R2 പറയേണ്ടത്. ഇൻസിഡൻറ്റ് റേ ഏത് ഡയറക്ഷനാണെന്ന് ആലോചിച്ച് വെച്ചോണേ. അപ്പോൾ സപ്പോസ് ഇവിടെ നിന്നല്ലേ ഞാൻ R1 മെഷർ ചെയ്യുക, ഇവിടെ നിന്ന് R2 മെഷർ ചെയ്യും. അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഏത് ഡയറക്ഷനിലായിരുന്നു എന്ന് ആലോചിക്കുക, എവിടെ നിന്ന് വന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ R1 ഉം R2 ഉം ഓപ്റ്റിക് സെൻറ്ററിൽ നിന്ന് തന്നെയാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ ഇഫ് യു ഡോണ്ട് റൈറ്റ് ഫ്രം ഓപ്റ്റിക് സെൻറ്റർ. ക്ലിയർ, റൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഈ ഡയറക്ഷനിലാണ് ഇൻസിഡൻറ്റ് റേ വന്നത്. അപ്പോൾ R1 ഉം നെഗറ്റീവാണ്, R2 ഉം നെഗറ്റീവാണ്, റൈറ്റ്. ഇനി ഇപ്പോൾ തന്നെ നോക്കി, R1 ആണോ വലുത്, R2 ആണോ വലുത്? Obviously R2 is larger, right? So I can write R2 is negative R1, or I can just write, if R1 is R അല്ലെങ്കിൽ മൈനസ് R ആണെങ്കിൽ R2 എന്തായിട്ട് എഴുതാം, -2R ആയിട്ട് എഴുതാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക, റൈറ്റ്. സോ R1 if it is R or -R, R2 will be -2R. ഡബിൾ ആവണ്ടേ. ഇനി L എന്ത് തന്നിട്ടുണ്ട്, 1.5 എന്ന് തന്നിട്ടുണ്ട്. മീഡിയം എയറിലാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഈസ് 1, റൈറ്റ്. ക്ലിയർ ആവണ്ടോ? ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇതൊരു ഡൈവർജിങ് ലെൻസ് ആയിരിക്കും കേട്ടോ. അറിഞ്ഞില്ലെങ്കിൽ പറയുകയാണ് ഞാൻ. കോൺവെക്സോ കോൺകേവോ ലെൻസ് is just acting like a
ആസ് എ കോൺവെക്സ് ലെൻസ്, റൈറ്റ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ, കോൺവെക്സ് അല്ല, കോൺകേവ് ലെൻസ് ആയിട്ട്, കോൺകേവ് ലെൻസ് അല്ലേ, സോ ഇറ്റ് ആക്ട്സ് ആസ് എ കോൺകേവ് ലെൻസ്. That is, it is basically a diverging in form. So the focus would be negative. That is, it will be having minus 24 centimeter. 24 centimeter തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക്. 2 centimeter എന്ന് പറഞ്ഞാൽ 2 centimeter ആണ് വളരെ ഓടായിട്ടുള്ള നമ്പർ വരിക. നമുക്ക് 24 എടുക്കാം കേട്ടോ. റൈറ്റ്, minus 24 centimeter. റൈറ്റ്. സോ 1/f is equal to, ഇനി നെക്സ്റ്റ് എന്തായിരിക്കും, minus 1/24 എന്ന് എഴുതണം. റൈറ്റ്. ഇനി ബാക്കി എന്തുകൂട്ടോ ഇക്വേഷൻ, NL/NM minus 1 bracket 1/R1 minus 1/R2. ഇനി ഞാൻ പറയില്ല. റൈറ്റ്. സോ 1/f ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇനി NL എന്ന് പറയുന്നത് ലെൻസിൻ്റെ, പിന്നെ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1. റൈറ്റ്. ഇനി നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക. മൈനസ് R മൈനസ് റൈറ്റ്, മൈനസ് ഓഫ് മൈനസ് എന്ന് എഴുതണം. റൈറ്റ്, 2R. റൈറ്റ്. ഇനി എത്ര കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ആറിൻ്റെ വാല്യൂ, ബാക്കിയെല്ലാം പാരാമീറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ അറൗണ്ട് 6 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് കിട്ടും. അടുത്തുള്ള എക്സാക്ട് വാല്യൂ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്ലിയർ? റൈറ്റ്. ഇനി ഇപ്പോൾ വേറൊരു കണ്ടീഷനാണ്. ഇത് നീറ്റ് ടോപ്പിക്കായിട്ട് ആലോചിക്കാൻ ബോർഡിനും വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അതായത്, ഇഫ് ദ ലെൻസ് ഈസ് നോട്ട് ഇൻ എയർ, ഒരു മീഡിയത്തിൽ വെക്കുകയാണ്. ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇഫ് ഇറ്റ് ഇസ് ലാർജർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, നമ്മൾ ഇത്രയും നേരം വെച്ചിരുന്ന മീഡിയം എയർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് എയറിനേക്കാളും കൂടുതൽ, അല്ലേ? മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരുന്നു. ഇനി നമ്മൾ തലതിരിച്ച് ആലോചിക്കുക. ഇഫ് ദ ലെൻസ് ഇസ് കെപ്റ്റ് ഇൻ എ മീഡിയം വിച്ച് ഈസ് ഹാവിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്. അങ്ങനെ വരുമ്പോൾ, അതായത് ഇപ്പോൾ സപ്പോസ് ഇതാണ് 3/2 ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, ഞാൻ വെക്കാൻ പോണ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണ്. അപ്പോൾ കൂടുക. അപ്പോൾ എന്ത് ലെൻസാണോ അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കും. അതായത്, ഇഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് ഡിപ്ഡ് ഇൻ ദിസ് കണ്ടീഷൻ, അതായത് കോൺവെക്സ് ലെൻസ് ഈസ് കെപ്റ്റ് ഇൻ എ medium which is having higher refractive index, it becomes a concave. When a concave is dipped in a medium with a higher refractive index, it becomes convex. അതായത് തലതിരിഞ്ഞ സ്വഭാവം. റൈറ്റ്. അതായത് ഡൈവർജിങ് ലെൻസ് കൺവെർജിങ് ആവും, കൺവെർജിങ് ലെൻസ് ഡൈവർജിങ് ആവും. എളുപ്പമാണോ? തലയിലൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കേട്ടെ. ആരും എന്നോട് പറഞ്ഞ് കറുപ്പ് ഉപയോഗിക്കരുതെന്ന്. സോ കറുപ്പ് ഉപയോഗിക്കാൻ മാറ്റാം. റൈറ്റ്. ക്ലിയർ ആണോ? ഇനി പ്രോബ്ലം നോക്കിയേ. ഒരു കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2, ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ഇൻ എയർ. ദ ലെൻസ് നൗ ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്. ഇതിനെ ഞാനൊരു ഫ്ലൂയിഡിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെറ്റ്സ് സേ 20 ആണ് കേട്ടോ. റൈറ്റ്. NL ആണ് സപ്പോസ് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 3/2. അത് മാറുന്നില്ല കേട്ടോ. മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മാറുന്നത്. അതായത് എയറിനെ എടുത്ത് മാറ്റി വി ആർ ഗോയിങ് ടു ചേഞ്ച് ഇറ്റ് വിത്ത് എ ഫ്ലൂയിഡ്. റൈറ്റ്. ദാറ്റ് ഫ്ലൂയിഡ് ഇസ് ഹാവിങ് എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സേ 20. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? 1. 1 നിന്ന് 20ലേക്ക് ഒരൊറ്റയ്ക്ക് ചാടുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ഫോക്കൽ ലെങ്ത് ആൻഡ് വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ദ ലെൻസ് ഇൻ ദിസ് ഫ്ലൂയിഡ്. ക്ലിയർ? ഈ കോൺവെക്സ്, നിങ്ങൾക്ക് തന്നെ അറിയാം കോൺവെക്സ് ലെൻസ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള കോൺകേവ്. അത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുമായിരിക്കും കേട്ടല്ലോ. ഇനി അപ്പോൾ എയറിലുള്ള സമയത്തെ കണ്ടീഷൻസ് നമുക്കൊന്ന് എഴുതി വയ്ക്കാം. വെൻ ദ ലെൻസ് വാസ് ഇൻ എയർ, right, it was acting as what? A convex lens. So for a case of a convex lens, focus is positive. So I write it as positive 20 centimeter. അല്ലപ്പായ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അവിടെ ലെൻസ് വന്നിട്ടുള്ള 3/2. വാട്ട് ഈസ് എ മീഡിയം എയർ? അപ്പോൾ NM എന്താ? 1. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ അങ്ങോട്ട് ഇട്ട് നോക്കിയേ. അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് R1 R2 തന്നിട്ടില്ലേ റേഡിയസ് ഓഫ് കർവേച്ചർ? അത് നമുക്ക് ആവശ്യമുണ്ട്. R1 R2 ലെൻസ് ഒന്നും പൊളിക്കാനൊന്നും പോകണില്ല അല്ലേ? അപ്പോൾ R1 R2 വിൽ ബി കോൺസ്റ്റൻറ്റ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഗൈസ്. NL/NM -1, 1/R1 -1/R2. ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് 1/R1 -1/R2ൻ്റെ വാല്യൂ കിട്ടും. അത് നമുക്ക് നെക്സ്റ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്യാം കേട്ടാ. വല്ലാണ്ട് ചുമ്മാ പറയണം. റൈറ്റ്. ക്ലിയർ? കാൽക്കുലേഷൻ നോക്കിയിട്ട് 1/R1 -1/R2 1/10 നിങ്ങൾക്ക് കിട്ടും. അല്ലേ? 1/20ഉം 1/2ഉം കട്ട് ചെയ്ത് കളയാമല്ലോ. സോ 1/R1 -1/R2 ഇസ് ഈക്വൽ ടു 1/10 കിട്ടും. ക്ലിയർ? ഇതവിടെ വയ്ക്കുക. ഇനി നമ്മൾ ഫ്ലൂയിഡ്, അതായത് ഈ ലെൻസ് ഇപ്പോൾ എയറിൽ നിന്ന് എടുത്തു, എയറിൽ കണ്ടുപിടിക്കാമെന്നൊക്കെ കണ്ടുപിടിച്ചു. ഇനി നമ്മളിതിനെ ഒരു ഫ്ലൂയിഡിലേക്ക് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഇറക്കി വയ്ക്കാൻ പോവാണ്. ആ ഫ്ലൂയിഡ് വെക്കുമ്പോൾ ഈ ലെൻസിൻ്റെ ഫോക്കസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഡോണ്ട് നോ.
right? But I know the refractive index of the lens is not going to change, which is 3/2, and the refractive index of the medium is 2. 2 ആണ് 20 ആണ് തന്നെ 20 വല്ലാണ്ട് കൂടും, നമുക്ക് കൂടാട്ടാ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2 ആണെന്ന് വിചാരിക്കട്ടാ. ഇഫ് സപ്പോസ് ദ മീഡിയംസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് 2, 20 ആലോചിച്ചാൽ ഫോക്കസ് വല്ലാണ്ട് അങ്ങോട്ട് ചാടിപ്പോകും. ഡിനോമിനേറ്ററിലല്ല 20 വരിക. ലെറ്റ്സ് ടേക്ക് ഇറ്റ് എസ് 2 കേട്ടോ, റൈറ്റ്. ഞങ്ങൾ സാമ്പിളിഫൈ, ഇതൊന്നും നിങ്ങൾക്ക് എക്സാക്ട് ക്വസ്റ്റ്യൻ ഒന്നും കാണില്ല കേട്ടോ. ഞാൻ ഐ എം ടേക്കിംഗ് ഗിവിങ് ദ വാല്യൂസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ 1/f NL/NM, അപ്പോൾ 3/2/2, റൈറ്റ്, -1, റൈറ്റ്. 1/R1 -1/R2. ഈ 1/R1 -1/R2 നമ്മൾ കുറച്ച് നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ കണ്ടുപിടിച്ചത്? 1/10 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളൂ, റൈറ്റ്. അപ്പോൾ ഈ ഫാക്ടറിന് പകരം അപ്പോൾ 3/2/2 എന്ന് പറഞ്ഞാൽ -1 വരുമ്പോൾ ഏതാണ്ട് 1 - 1/4 വരും അല്ലേ? 3/4 മുക്കാൽ കുറയ്ക്കുകയാണോ? ഒന്ന് ഓക്കെ, -1/4 1/10 എന്ന് എഴുതുക. 1/R1 -1/2 അല്ലേ? അപ്പോൾ നമുക്ക് ഫോക്കസ് കിട്ടും. ഫോക്കസ് വിൽ ബി അറൗണ്ട് 40 -40 അല്ലേ? -40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏത് ലെൻസിനാണ് മൈനസ് വാല്യൂ വരിക? ഒരു ഡൈവർജിങ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസിനാണ് വരിക. സോ ഇത് പ്രൂവ് ആയില്ലേ? ഒരു പ്രോബ്ലം വെച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്തു അല്ലേ? ഒരു ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ നമ്മൾ കൊണ്ടുപോയി ഒരു സാധാരണ കോൺവെക്സ് ലെൻസിന് വെച്ചപ്പോൾ ഇറ്റ് ആക്റ്റഡ് ആസ് എ കോൺകേവ് ലെൻസ്, റൈറ്റ്? ക്ലിയർ? ഇനി ഇതേമാതിരി നമുക്കൊരു ഇതേമാതിരിയല്ല, ഇനി കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ 5 മിനിറ്റ് ഉള്ളൂ. നമുക്ക് തന്നെ അധികം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. വിൽ ഡു സം സിമ്പിൾ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ക്ലിയർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരും കേട്ടോ. ഇത് നീറ്റിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ബോർഡിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന കാര്യം അറിഞ്ഞുകൂടാ കേട്ടോ. സോ ഒപ്റ്റിക്സിൽ ഇത് ഇക്വേഷൻസ് ഞാൻ തരുന്നത് അത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോ, ഇറ്റ്സ് ഓക്കെ. ബട്ട് പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഏതൊക്കെയാണ് നമുക്ക് പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ NCERTയുടെ ബാക്കിലൊന്ന് നോക്കിയാൽ നല്ല ഉഗ്രം ക്വസ്റ്റ്യൻസ് ഉണ്ട്, റൈറ്റ്? ട്രൈ ടു ഡു ദോസ് ക്വസ്റ്റ്യൻസ്. യു ഗൈസ് ക്യാൻ ഡു ഇറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ടഫ്, റൈറ്റ്? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ NCERT ബുക്ക് തുറക്കുക, അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ ഭാഗമൊക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ, റൈറ്റ്? എൻ്റെ അഭിപ്രായത്തിൽ പകുതിയോളത്തിനെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ലെൻസ് ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒപ്റ്റിക് സെൻറ്റർ കൂടെ ഒരു ലൈന് പ്രിൻസിപ്പൽ ആക്സസ് വെച്ചു. സപ്പോസ് ഇത് ഒപ്റ്റിക് സെൻറ്റർ O എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റിന് ഇവിടെ വെച്ചു, റൈറ്റ്? വിച്ച് ഇസ് അറ്റ് 20 സെൻറ്റിമീറ്റർ ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. ഈ ഫോക്കസ് തന്നിട്ടുണ്ട് ലെൻസിൻ്റെ. സപ്പോസ് അത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് എവിടെയാണ്? ഇൻസിഡൻറ്റ് റേ ഏത് ഡയറക്ഷനിലാണ് വരുന്നതെന്നുള്ള ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ അല്ലേ? ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നത് ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? U വരിക. അപ്പോൾ അതെന്തായിരിക്കും? -20. ഞാനത് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇത് പോസിറ്റീവ് ഡയറക്ഷൻ, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഒക്കെ. U is negative, right? So you can write 1/f is equal to 1/v minus 1/u. എന്തുകൊണ്ടാണ്? സോറി, ഞാൻ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം പറഞ്ഞില്ല. ഇത് തിൻ ലെൻസ് എന്ന് പറഞ്ഞ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ മിക്ക കേസസിലും. ദിസ് ഇസ് എ 10th ക്വസ്റ്റ്യൻ കേട്ടോ, 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ആണേ. 1/v, റൈറ്റ്? U മൈനസ് അല്ലേ? മൈനസോ മൈനസ് ആകുമ്പോൾ പ്ലസ് ആവും, റൈറ്റ്? സോ യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് v വിച്ച് ഇസ് എത്രയായിട്ട് വന്നേ? 20 ആക്കണമെങ്കിൽ 2 പോയി 1/20. അപ്പോൾ v എത്രയാണ്? 20 സെൻറ്റിമീറ്റർ എന്ന് വരും. കണ്ടു? അപ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? അപ്പോൾ ഇൻസിഡൻറ്റ് ചെയ്യേണ്ട അതേ ഡയറക്ഷൻ ഇപ്പുറം 20. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഒബ്ജക്റ്റും ഇമേജും ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ നിങ്ങളോട് ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ കൂടുതൽ ചാൻസ് മാഗ്നിഫിക്കേഷൻ എന്താണെന്നാണ്. മാഗ്നിഫിക്കേഷൻ വലുതാണ് ചെറുത് ഒരേ പൊസിഷനിലാണ് ഒബ്ജക്റ്റും ഇമേജ് എന്ന് പറഞ്ഞത് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളോട് ചാൻസ് ചോദിക്കാം, മാഗ്നിഫിക്കേഷൻ ചോദിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാനൊരു എക്ഡീഷൻ പോയിന്റ് പറയാം കേട്ടോ ഇതിൽ. മാഗ്നിഫിക്കേഷന് മുമ്പേ ഇതിൽ വിയും യു നോക്കിയാൽ വിൻ്റെ സൈൻ എത്രയാണ്? പോസിറ്റീവ്. യുവിൻ്റെ സൈൻ എത്ര? മൈനസ് അല്ലേ? അങ്ങനെ കേസസിൽ ചോദ്യം വന്നാണെങ്കിൽ ഇതിൻ്റെ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്? നേച്ചർ ഓഫ് ഇമേജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? വെൻ വി ആൻഡ് യു ആർ ഹാവിങ് ഓപ്പോസിറ്റ് സൈഡ് ദ ഇമേജ് ഈസ് എ റിയൽ ഇമേജ്. രണ്ടും ഒരേ സൈൻ ആയിക്കഴിഞ്ഞാൽ അതൊരു വെർച്വൽ ഇമേജാണ് ഫോം ചെയ്യുക. ക്ലിയർ ആക്കി ഒന്ന് വെച്ചാൽ വെൻ വി ആൻഡ് യു ഹാവ് സെയിം സൈൻ ദേ ഹാവ് വെർച്വൽ ഇമേജ്. ഇഫ് ഓപ്പോസിറ്റ് സൈൻ റിയൽ ഇമേജ്. ഓപ്പോസിറ്റ് സൈൻ റിയൽ, സെയിം സൈൻ വെർച്വൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റണോ ആ രീതിയിൽ പഠിക്കാം കേട്ടല്ലോ, റൈറ്റ്? ഇതിലെ കേസിൽ മാഗ്നിഫിക്കേഷൻ, ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ പറഞ്ഞ സ്ഥിതിക്ക് മാഗ്നിഫിക്കേഷൻ എന്താ എഴുതേണ്ട? v/u പ്ലസ് മൈനസ് ഇല്ലേ? അപ്പോൾ v ഏത് ഇക്വേഷനിലില്ല. v എത്ര? +20 അല്ലേ? u എത്രയാ? -20 അല്ലേ?
അപ്പോൾ -1 എന്ന് പറയും. അതായത് ഒബ്ജക്റ്റും ഇമേജിൻ്റെയും സൈസ് ഒന്നായിരിക്കും. ഈ റിയൽ ആയിട്ടുള്ള ഇമേജ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ഹാസ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇപ്പോൾ സപ്പോസ് അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ HI/HO ആണല്ലോ ഈ മാഗ്നിഫിക്കേഷൻ. അത് നമുക്ക് തന്നിട്ടുള്ളത് 2 അറിയില്ല അല്ല ഇമേജിൻ്റെ സൈസ്, അതെന്തെങ്കിലും ആവട്ടെ, അത് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറയണം ഇതിൻ്റെ അർത്ഥം. റൈറ്റ്? അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജിൽ നിന്ന് എന്താ വന്നത്? -2. അപ്പോൾ എന്തായിരുന്നു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്? 2 സെൻറ്റിമീറ്റർ. ഇമേജിൻ്റെ ഹൈറ്റ് -2 സെൻറ്റിമീറ്റർ. അതായത് എത്രയാണോ സൈസുള്ള ഒബ്ജക്റ്റ് അത്ര തന്നെ സൈസായിരിക്കും ഇമേജ്, പക്ഷേ തല തിരിഞ്ഞിട്ട്. ബട്ട് ദാറ്റ് ഇമേജ് ഇസ് ഫോംഡ് എ റിയൽ ഫോം, റിയൽ ഇൻവേർട്ടഡ് സെയിം സൈസ്ഡ് ഇമേജ്.